السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله. صدق الله مولانا العظيم، وصدق وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وراودته الجبال الشم من ذهبي عن نفسه فأراها أيما شممي، وأكدت زهده فيها ضرورته. إن الضرورة لا تعدو على العصم، وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم. محمد سيد الكونين والثقلين والفريقين من عرب ومن عجم. نبينا الآمر الناهي فلا أحد أبر في قول لا منه ولا نعمي. هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم.
ആലമുമ്മത്ത് സയ്യിദന വ മൗലാന മുഹമ്മദ് വേദി അലങ്കരിപ്പിച്ചു തന്ന അത്യാദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഈ സദസ്സിന് കണ്ണും കാതും തന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തന കാവ്യത്തിൽ ലയിച്ച് സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, സഹോദരന്മാർ, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ വേദിയുടെ 5-ാം ദിനമാണ് ഇന്ന്. റഹ്മുറാഹിമായ തമ്പുരാൻ നമ്മുടെ ഈ ഒത്തുകൂടലും പിരിയലും നമ്മിൽ നിന്നൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു പൊരുത്തപ്പെടുന്ന ഒരു വേദിയാണെന്ന് നമുക്കറിയാം. ഈ വേദിയുടെ ബർക്കത്തുകൊണ്ടും അല്ലാഹു നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരുമാറാവട്ടെ. റഹ്മുറാഹിമായ തമ്പുരാനെ, ഇത്രയും നാളുകൾ ഇവിടെ സംഗമിക്കുന്നതിൻ്റെ, പറയുന്നതിൻ്റെ, കേൾക്കുന്നതിൻ്റെ പ്രതിഫലമെന്നോളം നാളെ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ഓരത്ത് ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹിയോടൊപ്പം ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കിടക്കുകയാണ്. എന്നും പറയാറുള്ളതുപോലെ വിഷയത്തിൻ്റെ ആഴവും പരപ്പും കണക്കിലെടുത്ത് മുഖവുരകൾ ചുരുക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബൂസരി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിലേക്ക്, പ്രകീർത്തനത്തിലേക്ക് വഴി നടത്തുകയാണ്. വലം തുസുന്നത മൻ നഹിയവ്വലാമ ഇലാ അനിസ്തഖത ഖദമാഹുല്ലുറ മിൻ വറമി എന്ന് പറഞ്ഞ വരി മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം പ്രകീർത്തിക്കാൻ തുടങ്ങി. പക്ഷേ ഇവിടെയൊന്നും നമ്മുടെ മഹാകവി ആരെയാണ് പുകഴ്ത്തുന്നതെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. മക്കത്തുള്ളവർ, മദീനത്തുള്ളവർ ഇങ്ങനെ പറഞ്ഞ് അർദ്ധരാത്രിയിൽ കാലിൽ നീരുകെട്ടി വീർക്കുന്നത് വരെ നിസ്കരിച്ചവർ, വിശപ്പ് വന്നപ്പോൾ തൻ്റെ ആമാശയം തൻ്റെ വയറാമാശയത്തോട് വരഞ്ഞു മുറുക്കി കെട്ടിയവർ, തൻ്റെ ഓമനത്വം തുളുമ്പുന്ന ചർമ്മമുള്ള ഉദരത്തെ പരുപരുത്ത പാറക്കല്ലിൽ കെട്ടിയിട്ടവർ, അതിൻ്റെ ചുവട്ടിൽ ഒതുക്കി വെച്ചവർ എന്നിങ്ങനെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തരത്തിലുള്ള ഗുണങ്ങളെ കൊണ്ട് പരിചയപ്പെടുത്തുകയായിരുന്നു. ആ ചിത്രം തെളിയാൻ പോകുന്നു ഇൻഷാ അല്ലാഹ് ഇന്ന്. ആരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈൻ എന്ന് പറയുന്നതോടുകൂടെ ആരെപ്പറ്റിയാണ് കവി പ്രകീർത്തിക്കുന്നതെന്നും ആരെയാണ് കവി വർണ്ണിക്കുന്നതെന്നും ആരെയാണ് മദ്ഹ് ചെയ്യുന്നതെന്നും ഏതു ബുദ്ധിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയിലാണുള്ളത്. ഇന്നലെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പട്ടിണിയെക്കുറിച്ചാണ് ഇമാം ബൂസീരി നമ്മെ പഠിപ്പിച്ചത്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പട്ടിണി കിടന്നു എന്നത് ശരിയാണ്, വയറ് വരിഞ്ഞു മുറുക്കി കെട്ടി എന്നത് ശരിയാണ്. വശദ്ദ മിൻ സഗബിൻ നഹ്ശാഅഹു വതവ തഹ്തൽ ഹിജാറതി കശ്ഹൻ മുത്രഫൽ ലദമി. ശരിയാണ്. സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഓമനത്വം തുളുമ്പുന്ന ശരീരത്തിന്റെ ചർമ്മങ്ങൾ പോലും, ആ ഉദരത്തിലെ ചർമ്മം പോലും പരുപരുത്ത പാറക്കടിയിൽ ചുരുട്ടിവെച്ചു എന്ന് പറയുമ്പോൾ മുസൽമാന്റെ കണ്ണൊലിക്കാതിരിക്കില്ല, ഹൃദയം നീറാതിരിക്കില്ല. പക്ഷേ ഇതെന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ ഹബീബിന് വയറ് നിറയെ തിന്നാൻ ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാണോ? വേണമെങ്കിൽ അത് ഒപ്പിക്കാൻ കഴിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൻ്റെ കൂടെ കുറേ ഓടി നോക്കി, കിട്ടില്ലെന്ന് കണ്ടപ്പോൾ പിന്നെ പ്രപഞ്ചത്യാഗത്തിൻ്റെ ഭംഗിയുള്ള ശൈലിയിലേക്ക് മാറിയതാണ് എന്നതാണോ? ഒരിക്കലുമല്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് വലിയ വലിയ പർവ്വതങ്ങള് അള്ളാഹുവിന്റെ ഹബീബിനോട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്വർണമാകണോ നബിയെ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ
ഞങ്ങൾ മൊത്തം സ്വർണമായി തരാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പർവ്വതങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും അതിനെ സ്വീകരിച്ചില്ല. മാന്യമായി ആ അപേക്ഷയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവഗണിക്കുകയാണ് ചെയ്തത്. വേണ്ട, എനിക്ക് നിങ്ങൾ സ്വർണമാകേണ്ട ആവശ്യമില്ലെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് തിരിച്ചു പ്രതികരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് കവി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവ് ഇങ്ങോട്ട് വന്ന് വീണപ്പോഴും വേണ്ട എന്ന് പറഞ്ഞയാളാണ്. വറാവദതുഹുൽ ജിബാലു ശുമ്മു മിൻ വറാവദതുഹുൽ ജിബാലു ശുമ്മു മിൻ ദഹബി വറാവദതുഹുൽ ജിബാൽ. ആ ഹബീബിനോട്, എന്റെ നേതാവിനോട് പർവ്വതങ്ങൾ വന്ന് ആവശ്യപ്പെട്ടു. ഏത് പർവ്വതങ്ങൾ? അശുമ്മു, അമ്പരച്ചുംബികളായ പർവ്വതങ്ങൾ വന്ന് എന്റെ ഹബീബിനോട് ആവശ്യപ്പെട്ടു. ഉയർന്ന് തലപുക്കി നിൽക്കുന്ന പർവ്വതങ്ങൾ, ആകാശം മുട്ടേ നിൽക്കുന്ന അമ്പരച്ചുംബികളായ പർവ്വതങ്ങൾ. ആ പർവ്വതങ്ങൾ വന്നിട്ട് എന്റെ ഹബീബിനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? മിൻ ദഹബി, ഞങ്ങൾ സ്വർണമാകണോ എന്ന് ആ പർവ്വതങ്ങൾ വന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോൾ അന്നഫ്സിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്വർണമാകണോ എന്ന് ചോദിച്ചു വന്ന സമയത്ത് തനിക്ക് വേണ്ടി വേണമെങ്കിൽ ഇതാ സ്വർണമാകാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ആ കാഞ്ചന പർവ്വതങ്ങളോട്, ആ സ്വർണ പർവ്വതങ്ങളോട് എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്വർണമായിട്ടില്ല, എന്നാലും ആകാൻ പോകുകയാണല്ലോ. ഒരു മല മൊത്തം, ഉഹുദ് മല മൊത്തം വേണമെങ്കിൽ സ്വർണമായി ഇങ്ങ് കിട്ടും. കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന ഉഹുദ് മല വേണമെങ്കിൽ അത് സ്വർണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പർവ്വതങ്ങൾക്ക് എന്തൊരവഗണനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തത്. വേണ്ട, എനിക്ക് നിങ്ങളെ വേണ്ട, എനിക്ക് നിങ്ങൾ സ്വർണമാകേണ്ട ആവശ്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇതാണ് മഹാകവി ഇമാം ബുസൈരി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളോട് പറയുന്നത്. അമ്പരചുംബികളായ പർവ്വതങ്ങള്, വറാവദതുഹുൽ ജിബാലു ശുമ്മു മിൻ ദഹബി, ശുമ്മ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു, വേണോ? ഞങ്ങൾ വേണമെങ്കിൽ കാഞ്ചന പർവ്വതങ്ങളാകാൻ ഞങ്ങൾക്ക് കഴിയും, സ്വർണപർവ്വതമാകാൻ ഞങ്ങളെ കൊണ്ട് കഴിയും, വേണമെങ്കിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വേണ്ട. ഈ പ്രസ്തുത വരി ഓതുന്ന സമയത്ത്, ചൊല്ലുന്ന സമയത്ത് ഞാൻ ഓർത്തുപോകുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദിനെയാണ്, മർഹൂം കുണ്ടൂർ ഉസ്താദിനെയാണ്. അള്ളാഹു തികഞ്ഞ ആശിഖായിരുന്ന ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ കൂടെ നമ്മളെയൊക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ, ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ബുർദ, കേരളീയർക്ക് ബുർദയുടെ ആസ്വാദനം പഠിപ്പിച്ച ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരിക്കൽ വഫാത്താകുന്നതിൻ്റെ തൊട്ട് മുമ്പിലുള്ള റമദാൻ മാസത്തിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ കൊണ്ടോട്ടി മസ്ജിദുൽ ഫത്തഹിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം അവിടെ കടന്നു വരികയും എനിക്ക് ചെറിയൊരു അവസരം തരണം എന്ന് പറഞ്ഞ് കടന്നു വന്നത് കാണുമ്പോൾ ശ്രദ്ധിച്ചപ്പോൾ അത് ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദായിരുന്നു. ആരായി വരുന്നതെന്നറിയാതെ, ക്ഷണിക്കാതെ, നമ്മൾ നേരത്തെ അറിയിക്കാതെ പെട്ടെന്ന് ഇങ്ങോട്ട് കടന്നു വരികയാണ്. നമ്മൾ പ്രസംഗം കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് ഇങ്ങ് പിരിയുകയാണ്. അങ്ങനെ ഉസ്താദ് അന്ന് ഒരുപാട് ഉപദേശങ്ങൾ ചെയ്തു. അടുത്ത കൊല്ലം നമ്മൾ തമ്മിൽ കാണണമെന്നില്ല. ആ വാക്കുകളുടെ അർത്ഥം വളരെ ആഴമേറിയതായിരുന്നു, പിന്നീടാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരോട് പറയാനുണ്ട്, അതിനാണ് പോകുന്നത് എന്ന് പറഞ്ഞ് സമസ്തയുടെ ഉത്ഭവം മുതൽ പ്രസംഗിച്ച് ഇന്ന് സുന്നത്തി ജമാഅത്തിന്റെ ഹക്കായ രൂപമിരിക്കുന്നത് നമ്മുടെ പണ്ഡിതന്മാരുടെ അടുത്താണ്. പേര് പറഞ്ഞു തന്നെ ഇന്നയാളും നേതൃത്വം കൊടുക്കുന്ന സംഘടനയിൽ നിങ്ങൾ അണിനിരക്കണമെന്ന് അവസാനത്തെ ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് അവിടെ വെച്ച് അത് പറഞ്ഞ് പിന്നീട് ബുറുദ ചൊല്ലുക എന്ന് പറഞ്ഞ് ചൊല്ലിയപ്പം, ഈ വരി എത്തിയപ്പം ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ഈ വരിക്ക് കൊടുത്ത അർത്ഥം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയിലുണ്ട്. വറാവദതുഹുൽ ജിബാലു ശുമ്മു മിൻ ദഹബി, ഉയർന്ന പർവ്വതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു.
ഉസ്താദിൻ്റെതായ ശൈലിയിൽ കുറെ ചോദ്യോത്തരങ്ങളൊക്കെ അവിടെ നടത്തി. അതിലേക്കൊന്നും കടന്നു വരുന്നില്ല, കാരണം നമ്മുടെ സമയം നഷ്ടപ്പെടുമെന്ന് ഭയന്ന്. ഉസ്താദ് അന്ന് പറഞ്ഞ ഷുമ്മ് എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ എന്നാണ്. എങ്കിൽ ആ അർത്ഥം എങ്ങനെയാണ് ആ പദത്തിന് കിട്ടിയതെന്നറിയുമോ എന്ന് ചോദിച്ച് ഭാഷാപരമായി ഉസ്താദിൻ്റെ അറിവിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഷമ്മ എന്ന് പറഞ്ഞാൽ അറബിയിൽ അതിൻ്റെ അർത്ഥം മണത്തു എന്നാണ്. ആകാശം മണത്തു നിൽക്കുന്ന, നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അമ്പരച്ചുംബികൾ എന്ന്, ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന പർവ്വതം എന്ന്. നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന അമ്പരച്ചുംബികളായ പർവ്വതങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ അതേ രൂപത്തിൽ തന്നെയാണ്. ഈ അർത്ഥമായിരിക്കും മഹാന്മാരൊക്കെ ഷുമ്മി എന്നതിന് അയൽ മുർത്തഫിയ, ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ എന്ന അർത്ഥം കൊടുത്തത്. ഉയർന്ന പർവ്വതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാടി വിളിച്ചു, വരൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ സ്വർണമായി മാറാം എന്ന് പറഞ്ഞപ്പോ അന്നഫ്സിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സ്വർണമായി മാറാം എന്ന് പറയുമ്പോ ആ സമയത്ത് ആ പർവ്വതങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു തിരിഞ്ഞുകളച്ചിലാണ് ആ പർവ്വതങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂല് കാണിച്ചത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ പർവ്വതങ്ങൾ പറഞ്ഞതിനെ അവഗണിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗൗരവപൂർവ്വം നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂലിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? കവി ഇമാം ബൂസീരി പാടിയിട്ടുണ്ടെങ്കിൽ നേരത്തെ പാടിയ വരികൾക്കൊക്കെ നമ്മൾ സംഭവങ്ങൾ കണ്ടു. അത് തന്നെയാണ് ഹദീസിലുണ്ട്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന, എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നു, ഇന്നല്ലാഹ യുഖ്രിഉക സലാം, നബിയെ അല്ലാഹു നിങ്ങൾക്ക് സലാം പറഞ്ഞയച്ചിട്ടുണ്ട്, അല്ലാഹു നിങ്ങളുടെ മേലിൽ സലാം പറയുന്നുണ്ട്. അതിന്റെ ശേഷം അല്ലാഹു നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുന്നു, വയഖൂലു ലക, അല്ലാഹു നിങ്ങളോട് ചോദിക്കുന്നു, അതുഹിബ്ബു അൻ തകൂന ലക ഹാദിഹിൽ ജിബാലു ദഹബാ, നബിയെ വേണമെങ്കിൽ ഈ കാണുന്ന പർവ്വതങ്ങള് അത് സ്വർണമാകണമെങ്കിൽ ആവാം. അൻ തകൂന ഹാദിഹിൽ ജിബാലു ദഹബൻ വഫില്ലതൻ, സ്വർണവും വെള്ളിയുമാവാം എന്നുള്ള പറയുന്നുണ്ട്. സ്വർണവും വെള്ളിയുമായി ഉഹുദുമല സ്വർണവും വെള്ളിയുമായി ഇവിടെ നിൽക്കുകയല്ല. തകൂനു മഅക ഹൈസുമാ കുന്ത, തകൂനു മഅക ഹൈസുമാ കുന്ത, നിങ്ങൾ എവിടെ പോകുന്നോ ആ സ്വർണത്തിന്റെ മല നിങ്ങളുടെ കൂടെ സഞ്ചരിക്കും. സുഹൃത്തെ, എന്നോടും നിന്നോടും ഇങ്ങനെ ഒരു ചോദ്യമെങ്ങാനും അല്ലാഹു ചോദിച്ചാൽ, വലിയ പർവ്വതം സ്വർണമാകാം, ആ പർവ്വതം നിന്റെ യഥേഷ്ടം നിനക്ക് എന്തു വിചാരിക്കുന്നതും നടക്കണമെങ്കിൽ അതാ എപ്പോഴും നിന്റെ കൂടെ ഈ സ്വർണത്തിന്റെ മലകൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സൗകര്യം നിനക്ക് വേണോ? സമ്പൂർണ്ണ സൗകര്യം, ചിന്തിക്കാൻ പോലും കഴിയാത്ത സാമ്പത്തികാസ്തിയാണ്. ഈ രൂപത്തിൽ നിങ്ങൾക്ക് സൗകര്യം വേണോ എന്ന് ചോദിച്ചപ്പോ സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് അല്പസമയം തലയും താഴ്ത്തി പിടിച്ചു ഇങ്ങനെ ഇരുന്നു. മറുപടി പറയാതെ അല്ലാഹുവിന്റെ റസൂൽ അല്പസമയം ഇങ്ങനെ താഴ്ത്തി പിടിച്ചിരുന്നു, തല തൂക്കിയിട്ടിരുന്നു. സുമ്മ ഖാല യാ ജിബ്രീൽ, പിന്നെ നബി തങ്ങൾ പറഞ്ഞു, ജിബ്രീലേ, ജിബ്രീലേ, ഇന്ന ദുനിയ, ഈ ദുനിയാവെന്ന് പറയുന്നത്, നിങ്ങൾ എന്നോട് ഈ സ്വർണങ്ങളൊക്കെ ഈ മലകളൊക്കെ സ്വർണമാകണോ എന്ന് വന്നാ ചോദിക്കുക. ഇതൊക്കെ ദുനിയാവിലെ സുഖങ്ങളല്ലേ? ഈ ദുനിയാവെന്ന് പറയുന്നത് ദാറുമല്ല ദാറല, വീടില്ലാത്തവന്റെ വീടാണ് ദുനിയാവ്. ഇന്ന ദുനിയ ദാറുമല്ല ദാറല വമാലുമല്ല മാലല, സമ്പത്തില്ലാത്തവന്റെ സമ്പത്താണ്, സമ്പാദ്യമില്ലാത്തവന്റെ സമ്പാദ്യമാണ് ദുനിയാവ്. ഇതെനിക്ക് വേണ്ട. യജ്മഉഹാ മല്ലാ അഖ്ല ലഹു, തലച്ചോറില്ലാത്തവൻ, ബുദ്ധിയില്ലാത്തവനാണ് ഈ ദുനിയാവിന്റെ കൂടെ പോകുക. ഇത് സമ്പാദിക്കാൻ വേണ്ടി മുഴുവൻ സമയവും നഷ്ടപ്പെടുത്തുക. അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞപ്പം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, സബ്ബതകല്ലാഹു ബിൽ ഖൗലി സാബിത്, നബിയേ, എന്നും ഇതേ രൂപത്തിൽ ഈ ഉറച്ച വാക്ക് എന്നും അല്ലാഹു നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കട്ടെ. സബ്ബതകല്ലാഹു ബിൽ ഖൗലി സാബിത്, ഒരിക്കലും മാറാതെ എന്നും ഈ സ്ഥിരമായ വാക്കുകൊണ്ട് അല്ലാഹു നിങ്ങളെ നിലനിർത്തട്ടെ.
എന്ന് പറഞ്ഞാൽ എന്നും മാറ്റി പറയാതെ ഒരേ ഒരു മുദ്രാവാക്യം, ഈ ഒരു മുദ്രാവാക്യം വഫാത്താകുന്നത് വരെ വിളിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. എന്ത്? അദ്ദുന്യ ദാറുമല്ല ദാറലഹു വമാലുമല്ല മാലലഹു വലാ യജ്മഉഹാ മല്ലാ അഖലലഹു. ഈ പറഞ്ഞ ഇതേ വാക്യം തന്നെ മരിക്കുവോളം, വഫാത്താകുവോളം ഹബീബിന് പറയാൻ കഴിയട്ടെ എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അതേ വിഷയത്തെ ജിബ്രീൽ അലൈഹിസ്സലാം പിന്തുണച്ചു എന്ന് പറഞ്ഞതിന്റെ രത്നചുരുക്കം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പിന്തുണക്കുകയാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും നല്ല സൗകര്യം ലഭിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ അതിനെ അവഗണിക്കുകയാണ് ചെയ്തത്. ഈ കാര്യത്തിലൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന് ദുനിയാവുമായുള്ള ബന്ധം ഇതായിരുന്നു. ഇതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഓർമ്മപ്പെടുത്തിയിരുന്ന ഒരു കാര്യമുണ്ട്. എന്തേ? ജീവിക്കാൻ മുതൽ എന്നതിലുപരി മുതലുണ്ടാക്കാൻ വേണ്ടി ജീവിക്കാൻ സമ്പാദ്യം വേണം, പക്ഷേ സമ്പാദിക്കാൻ വേണ്ടി ജീവിക്കരുത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്ത്? ജീവിക്കാൻ സമ്പാദ്യത്തിന്. കാരണം ലോകമൊക്കെ ഉണ്ടായത് അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടിയാ. ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കപ്പെട്ടത് അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടിയാണ്. അവ അള്ളാഹുവിന്റെ റസൂലിന്റെ പിന്നാലെ നടക്കും. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി തന്നെ ശേഷം പറയുന്നുണ്ട്, വളരെ കടുപ്പമുള്ള ഒരു വാക്ക്, ലൗലാഹുലം തുഖ്റജി ദുനിയാ മിനൽ അദബി. നബിതങ്ങളില്ലായിരുന്നെങ്കിൽ ഈ ലോകം ഇല്ലായ്മയിൽ നിന്ന് പുറത്തെടുക്കുകയില്ലായിരുന്നു, ഉണ്മയിലേക്ക് വരില്ലായിരുന്നു. ലോകം ഉണ്ടായത് ഹബീബിന് വേണ്ടിയാണ് എന്നിത് പറയുന്നെങ്കിൽ ലോകം ഹബീബിന്റെ പിന്നാലെ നടന്നതിൽ അത്ഭുതമില്ല. പാറകളും കല്ലുകളും മരങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്വർണമാണോ എന്ന് ചോദിച്ചു നടന്നതിൽ അത്ഭുതമില്ല. കാരണം അവയെ സൃഷ്ടിക്കപ്പെട്ടത് അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയാണ്. പക്ഷേ റസൂലുള്ളാഹിയെ സൃഷ്ടിക്കപ്പെട്ടത് അവക്ക് വേണ്ടിയല്ല. ഇവിടെയാണ് വിഷയമിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ലോകത്തുള്ളതൊക്കെ സൃഷ്ടിച്ചത് ഇതാ നിങ്ങൾക്ക് വേണ്ടിയാണ് നബിയേ. ഉടനെ തന്നെ അല്ലാഹു പറഞ്ഞു, ഞാനും നീ ലോകത്തുള്ളതൊക്കെ നീ എനിക്ക് വേണ്ടി തന്നതാണെങ്കിൽ ഞാൻ മുഴുവനും നിനക്കുള്ളതാണ് റബ്ബേ. ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് നിനക്ക് വേണ്ടിയാണ് എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഒരു പ്രപഞ്ചത്യാഗം, ഇങ്ങനെ ഒരു സുഹൃദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവ് തീരെ വേണ്ട എന്ന് വെക്കാനുണ്ടായ കാരണം എന്താ? അതാണ് ഇനി പറയുന്നത്. ഒരാവശ്യമില്ലായിട്ടാണോ? കുടിലാഞ്ഞിട്ടാണോ? മക്കളില്ലാഞ്ഞിട്ടാണോ? വിശപ്പില്ലാത്തത് കൊണ്ടാണോ? വിശപ്പില്ലാത്തത് കൊണ്ടല്ല, ആവശ്യങ്ങളില്ലാത്തത് കൊണ്ടല്ല. ഹബീബിന് ഒരുപാട് അത്യാവശ്യങ്ങളുണ്ട്. പക്ഷേ അത്യാവശ്യങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കലും ഒരു ഭൗതിക പ്രിയനാക്കി മാറ്റിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത്യാവശ്യങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തികഞ്ഞ പ്രപഞ്ചത്യാഗിയായി ജീവിച്ചു. വഅക്കദതു സുഹദഹു ഫീഹാ ദറൂറതുഹു ഇന്നദ്ദറൂറത ലാ തഅദു അലൽ ഇസ്മി. കണ്ടോ? വഅക്കദതു സുഹദഹു, നബിതങ്ങളുടെ ഈ വിരക്തി, ഭൗതിക വിരക്തി, നബിതങ്ങൾക്ക് ദുനിയാവ് വേണ്ട എന്ന് വെക്കുന്ന ഈ സ്വഭാവത്തിന് ശക്തി കൊടുത്തിരിക്കുന്നു. നബിയുടെ വിരക്തിയെ ഒന്നും കൂടെ ഒന്നാം നമ്പറാക്കി മാറ്റിയിരിക്കുന്നു. ദറൂറതുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്യാവശ്യം. വഅക്കദതു സുഹദഹു, നബിതങ്ങളുടെ വിരക്തിക്ക് ഒന്നും കൂടെ പവർ കൂട്ടി, ഒന്നും കൂടെ സുഹദിന് ശക്തി കൂട്ടി. ഫീഹാ, ആ പർവ്വതങ്ങൾ ഞങ്ങൾ സ്വർണമാകണോ എന്ന് ചോദിച്ചപ്പോൾ നബിതങ്ങൾ വേണ്ട എന്ന് പറഞ്ഞതിന് പവർ കൂടുകയാണ്. എപ്പോൾ? ദറൂറതുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത്യാവശ്യമുണ്ടെന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭക്ഷണം വേണം, വസ്ത്രം വേണം, കുടുംബത്തെ നോക്കണം, ഒരു വലിയ രാജ്യത്തെ മുഴുവൻ നയിക്കണം. ഈ നിലക്ക് ഒരുപാട് മുൻകരുതൽ അല്ലാഹുവിന്റെ ഹബീബ് നടത്തേണ്ടതാണ്. എന്നിട്ടും നടത്തിയില്ല. എന്നിട്ടും ഹബീബ് അത് നടത്താൻ തയ്യാറായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പട്ടിണി കിടന്ന് ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് വളരെ പ്രയാസപ്പെട്ടു. ഹബീബിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഹബീബിന്റെ കൂട്ടുകാർ പ്രയാസപ്പെട്ടിട്ടുണ്ട്. അവരെ മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വഴി പഠിപ്പിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്.
വഅക്കദതു സുഹ്ദഹു ഫീഹാ ദറൂറതുഹു ഇന്നല്ലറൂറത ലാ തഅദു അലൽ ലിസ്മി. എന്തുകൊണ്ടാണ് അത്യാവശ്യമുണ്ടായിട്ടും ദുനിയാവ് വേണ്ടെന്ന് വെക്കാൻ കാരണം? ഇന്നല്ലറൂറത ലാ തഅദു അലൽ ലിസ്മി. ആവശ്യങ്ങൾക്കൊന്നും സുരക്ഷിതരായ പാപസുരക്ഷിതരായ ആളുകളെ മറികടക്കാൻ കഴിയുകയില്ല. ആവശ്യങ്ങൾ സ്വാഭാവികമായും ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി വഴി നടത്തുക ആരെയാണ്? ആ വീക്ക്നെസ് ഉള്ള ആളുകളെ മാത്രമാണ്. നേരെ മറിച്ച് അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഹബീബ് മഅസൂമാണ്. മഅസൂമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മഹാന്മാരെ, ഉന്നതരെ, പാപസുരക്ഷിതരായ ആളുകളെ ഒന്നും അത്യാവശ്യങ്ങൾക്ക് കീഴടക്കാൻ കഴിയില്ല, സ്വാധീനിക്കാൻ കഴിയില്ല. അവരുടെ ആവശ്യം അവർക്കുണ്ടെങ്കിലും അവരുടെ ശഹ്വത്തിനനുസരിച്ച്, അവരുടെ വികാരത്തിനനുസരിച്ച് അവർ ജീവിക്കില്ല. അവരുടെ വിവേകമായിരിക്കും അവരെ നിയന്ത്രിക്കുക. കാരണം അവർ മാസൂമാണ്, അല്ലാഹുവിനാൽ കാക്കപ്പെട്ടവരായതുകൊണ്ട് ശഹ്വത്ത് അവരെ മറികടക്കുന്ന ഒരു വിഷയം വരുന്ന അവസ്ഥയെ ഉണ്ടാകൂല. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ ദറൂറത്ത് ഹൃദയങ്ങൾക്ക് എത്രമാത്രം അത്യാവശ്യമുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പട്ടിണി ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എത്രത്തോളം ഹബീബിന് ഈ ഭൂമിയിൽ ഈ പർവ്വതങ്ങൾ മുഴുവനും സ്വർണമാകേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. പക്ഷേ എന്നിട്ടും വേണ്ടെന്ന് കരുതി നബിതങ്ങളുടെ പട്ടിണിയുടെ കഥകൾ ഇവിടെ പറയണം. നമ്മൾ ഇന്നലെ പറഞ്ഞു, കുറെ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടാവും. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂല് തന്റെ പട്ടിണി, തന്റെ കുടുംബത്തിന്റെ പട്ടിണി, തന്റെ പ്രിയപ്പെട്ടവരുടെ പട്ടിണി, ഇതൊക്കെ അകറ്റാൻ അല്ലാഹുവിന്റെ റസൂലിന് ഇത് ആവശ്യമാണ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഹദീസിൽ കാണാൻ കഴിയും, ഒരിക്കൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ വരുമ്പം അതാ അവിടെ കാണുന്നത് നേരത്തെ ആ വഴിയിൽ വന്നിരിക്കുന്ന തന്റെ രണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശന്നു വയറ്റിലേക്കാക്കാൻ, വയറ്റിനകത്തേക്ക് ആക്കാൻ പറ്റിയ ഒന്നും വീട്ടിലില്ലാത്തത് കൊണ്ട്, തിന്നാനും കുടിക്കാനും പറ്റാത്ത ഒന്നുമില്ലാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഇറങ്ങി നടന്ന് ഊടുവഴിയിൽ വന്നിരിക്കുന്നു. എന്തിനാണ് ഈ ഇടവഴിക്ക് വന്നിരിക്കുന്നത്? ഇതുവഴിക്ക് ആരെങ്കിലും വരുമ്പോൾ എന്നോട് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ അതേ എന്ന് പറയും. അവരുടെ കൂടെ എണീച്ചു പോയി ഭക്ഷണം കഴിക്കാമെന്ന് കരുതിയാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നത്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ അനന്തമായ ഇരിപ്പിരിക്കുമ്പോ അതാ വരുന്നു ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബിനെ കണ്ടപ്പോൾ ചോദിച്ചു, മാ അഖ്റജക യാ ഉമർ. ഉമറേ, ഇന്നേരത്ത് ഈ വെയിലത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള കാരണം എന്താണ്? മാ അഖ്റജക യാ ഉമർ. ഉമറേ, ഈ പൊള്ളുന്ന വെയിലത്ത് ഇവിടെ വന്നിരിക്കാനുള്ള കാരണം എന്താണ്? ഇതിന്റെ കാരണം എന്ന് വെച്ചു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, സിദ്ദീഖേ, വിശപ്പാണ് എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയത്. വീട്ടിൽ വിശന്നിട്ടൊന്നും എടുത്ത് തിന്നാനില്ല എന്നിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ എന്നർത്ഥം. പറഞ്ഞപ്പോഴേക്ക് മഹാനായ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, അഖ്റജനി അല്ലദീ അഖ്റജക യാ ഉമർ. ഉമറേ, നിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയ ഘടകമേതാ? അതേ സംഗതി തന്നെയാണ് കേട്ടോ എന്നെയും വീട്ടിൽ നിന്ന് പുറത്തിറക്കിയതെന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ലൊരു പ്രതീക്ഷ സിദ്ദീഖിനെ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. മറുപടി കേട്ടപ്പോ എല്ലാ പ്രതീക്ഷയും തകിടം മറിഞ്ഞു. സിദ്ദീഖ് ഇറങ്ങിയത് വീട്ടിലൊന്നും ഇല്ലാഞ്ഞിട്ടാണ്. ഇനി രണ്ടാളും കൂടെ അവിടെ ഇരുന്ന് പട്ടിണിക്കഥ പറഞ്ഞിരിക്കല്ലാതെ എന്ത് ചെയ്യും? പട്ടിണിക്കഥയും പറഞ്ഞവിടെ ഇരിക്കുമ്പോ അതാ വരുന്നു. കുറെ കഴിഞ്ഞപ്പം മൂന്നാമതൊരാൾ അതുവഴിക്ക് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബ് വന്നിട്ട് ഇവരെ കണ്ട് സലാം പറഞ്ഞിട്ട് ചോദിക്കുന്നു, മാ ഖറജകുമാ, എന്തേ രണ്ടാളും നേരത്തെ ഇവിടെ? ഒന്നുമല്ല നബിയേ,
അഖ്റജനൽ ജൂ, പട്ടിണിയുടെ കടുപ്പം കൊണ്ടാണ് നബിയെ പുറത്തിറങ്ങിയത്. എൻ്റെ കൂട്ടുകാര് ചിന്തിക്കാൻ, ആരാണിത്? ലോകത്തിന്റെ നേതാക്കൾ, 3 നേതാക്കൾ, അന്നുള്ള ടോപ്പ് നേതാക്കളല്ലേ ഇത്? ഒന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, സിദ്ദീഖുൽ അക്ബർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ. ഇവരാണ് വിശന്ന് വഴിയിൽ കിടക്കുന്നത്. ഇവർക്ക് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നോ? വേണമെങ്കിൽ ഞങ്ങൾ സ്വർണമാകണോ എന്ന് ചോദിച്ച് മലകളൊപ്പം വന്നാൽ, ഈ ഒരവസ്ഥയിലൊക്കെ എത്തിയാൽ നമ്മൾ എന്താവും? ചിന്തിക്കൂ നിങ്ങൾ. നമ്മൾ ഒരു ചെറിയ വിശപ്പ് സഹിക്കുമ്പോഴേക്ക് നമ്മൾ മതം മറന്നു, പ്രസ്ഥാനം മറന്നു, ഈമാൻ മറന്നു. നമുക്ക് പഠനം വേണ്ട, നമുക്ക് ഇബാദത്ത് വേണ്ട, നമുക്ക് ആദർശം വേണ്ട, നമുക്ക് പട്ടിണിയാണ് വലുതല്ലേ? നോക്കൂ നിങ്ങൾ, അത്യാവശ്യങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ഇവര് ഭൗതിക വിരക്തി ഇവരുടെ ഗുണമായിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഏതായാലും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു നബി തങ്ങൾ പറഞ്ഞു. ഉടനെ തന്നെ നബി തങ്ങൾ പറഞ്ഞു, അഖ്റജനിയല്ലദീ അഖ്റജകുമാ, നിങ്ങളെ രണ്ടാളെയും പുറത്തിറക്കിയ വിഷയം തന്നെയാണ് എന്നെയും പുറത്തിറക്കിയത്. അല്ലാഹുവിന്റെ ഹബീബ് തുടർന്ന് പറഞ്ഞപ്പോൾ എന്തു ചെയ്യും? 3 ആളുകളും വിശന്നിരിക്കുന്നു. നബി തങ്ങൾ പറഞ്ഞു, വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നാൽ സംഗതി നടക്കുമോ? ഇല്ല, നിങ്ങൾ എന്റെ കൂടെ വാ. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും വിളിക്കുന്നു. സിദ്ദീഖും ഉമറും കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പോവുക. കൂടെ അങ്ങനെ പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ എടുക്കാത്തതെന്ന്, എവിടേക്കാണ് ഈ പോക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വരൂ, എൻ്റെ കൂടെ വരൂ. അല്ല നബിയെ, എന്നാലും എവിടേക്കാ പോകുന്നത് എന്നൊന്ന് അറിഞ്ഞാൽ, കാരണം ഒരു പ്രതീക്ഷ വേണമല്ലോ. കാരണം ഇത്രയും വിശന്ന് വഴിയിലിരുന്ന് അവശരായിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടാ കൊണ്ടുപോണത്? ഭക്ഷണം കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തേക്കാണെങ്കിൽ ഒരു ചെറിയ റാഹത്തുണ്ടാവും. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പിന്നെയും ചോദിച്ചത്, എവിടേക്കാ നബിയെ പോകുന്നത് എന്ന്. നബി തങ്ങൾ കാര്യം പറഞ്ഞു. കാരണം ഇവിടുന്ന് എണീപ്പിച്ച് ഇനി പള്ളിക്ക് നിസ്കരിക്കാൻ കൊണ്ടുപോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകുന്നെങ്കിൽ സംഗതി അങ്ങേയറ്റം വിശപ്പാണ്, ഭക്ഷണത്തിന് അങ്ങേയറ്റത്ത് ആവശ്യമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബുൽ ഹൈസമുൽ അൻസാരി റളിയല്ലാഹു അൻഹു, അൻസാരിയായ അബുൽ ഹൈസമിന്റെ വീട്ടിൽ പോകാം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വിരുന്നു സൽക്കരിച്ചിട്ട് പൂതി തീരാത്ത, തീരെ തന്നെ വിരുന്നു കൂട്ടിയിട്ട് മനുഷ്യന്മാർക്ക് വിരുന്നു സൽക്കരിച്ചിട്ട് ആഗ്രഹം തീരാത്ത ഒരു മനുഷ്യനാണ് ബഹുമാനപ്പെട്ട അബുൽ ഹൈസമുൽ അൻസാരി. വലിയ അതിഥി സൽക്കാര പ്രിയനാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് തൻ്റെ കൂട്ടുകാരെയും കൂട്ടി കടന്നു ചെന്നപ്പോ അബുൽ ഹൈസമിന്റെ വീട്ടിലെത്തിയപ്പോ അബുൽ ഹൈസമിന്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നു. നബി തങ്ങൾ പുറത്തു ചെന്നിട്ട് വിളിച്ചു, യാ അബുൽ ഹൈസം, യാ അബുൽ ഹൈസം, യാ അബുൽ ഹൈസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചപ്പോ വീട്ടിനകത്ത് അടഞ്ഞു കിടക്കുന്ന വീട്ടിനകത്തു നിന്ന് കിളിക്കൂറ്റിലൊരു സഹോദരി മറുപടി പറയുകയാണ്, ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്. നബിയെ, അങ്ങയുടെ വിളിക്കുത്തരം ചെയ്തിട്ടുണ്ട്, എത്രയോ തവണ ഉത്തരം ചെയ്തു. ഹബീബേ, അങ്ങിങ്ങോട്ട് എഴുന്നള്ളാനുള്ള കാരണം എന്താണെന്ന് ആ സഹോദരി ചോദിക്കുകയാണ്. ഞങ്ങളുടെ ഈ കുടിലേക്ക് കയറി വരാനുണ്ടായ കാരണം, ഞങ്ങളെ ഈ കൊച്ചു കുടിലേക്ക് കയറി വരാൻ വല്ല കാരണവുമുണ്ടോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ കൂട്ടുകാരൻ എവിടെ? അബുൽ ഹൈസം, അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതാണ്. ഉടനെ തന്നെ ഭാര്യ പറഞ്ഞു, ഞങ്ങൾക്ക് ശുദ്ധജലം കൊണ്ടുവരാൻ തൊട്ടടുത്ത ജലസംഭരണി വരെ പോയതാൻ. ഉടനെ തന്നെ എത്തും, കിണറ്റിലോ കുളത്തുങ്ങലോ എവിടെയാലും വേണ്ടിയില്ല, വെള്ളം കോരി കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്. ഉടനെ എത്തും എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പൂമുഖത്ത് അവിടെ ഇരുന്നു. കാരണം അകത്തേക്ക് കടന്നിരുന്നില്ല. മാന്യതയാണത്. കാരണം ഭർത്താവ് വീട്ടിലില്ല, വീട്ടുകാരൻ അവിടെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തവിടെ ഇരുന്നു. അതാ കൂടുതൽ വൈകാതെ ബഹുമാനപ്പെട്ട അബുൽ ഹൈസമുൽ അൻസാരി തന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു. കാണുന്ന രംഗം എന്താ? തന്റെ പൂമുഖത്ത് വന്നിരിക്കുന്നു. ഒരിക്കലും താൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത രൂപത്തില് അപ്രതീക്ഷിതമായി തന്റെ പൂമുഖത്ത് കാണുന്നത് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ്, അതുപോലെ തന്നെ രണ്ടാമത്തെ നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, മൂന്നാമത്തെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും. ഈ അൻഹുമായി ഇവർ 2 പേരും വന്ന് 3 പേരും വന്നിരിക്കുന്നു. ഈ രംഗം കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം.
ഓടി വന്ന് റസൂലുള്ളാഹിയോട് സലാം പറഞ്ഞ് തന്റെ കയ്യിലുള്ള വെള്ളപ്പാത്രം അവിടെ ഇറക്കി വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടുകാരെയും അതാ അവിടുന്ന് സ്വീകരിച്ചു. എന്നിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞ് വീട്ടിന്റെ അകത്ത് പോയിട്ട് അതാ 3 ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിക്ക് ഒരു പാത്രത്തിൽ തന്റെ കൂട്ടുകാർക്കും കുറച്ച് കാരക്കച്ചുളയും എടുത്തിട്ട് അത് മുന്നിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നബിയേ തിന്നോളൂ, കുടിച്ചോളൂ, കുലൂ വശ്റബൂ ഹനീആ, സന്തോഷം സന്തോഷം, കുടിച്ചോളൂ, തിന്നോളൂ നബിയേ എന്ന് പറഞ്ഞു. 1 ഗ്ലാസ് പച്ചവെള്ളവും 2 ചോള കാരക്കയും. ഇതുകൊണ്ട് ഇവരുടെ വിശപ്പ് എവിടെയെങ്കിലും എത്തുമോ? ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരുമ്പോൾ നമ്മളൊരു ലഘു കടി കൊടുക്കലുണ്ട്. സാധാരണ ഒരു ചായയും ഒരു ലഘു കടി, എന്തെങ്കിലും ഒരു പലഹാരം, അല്ലെങ്കിൽ ഒരു വെള്ളം കലക്കിയത് കൊടുക്കാറുണ്ട്. ഇതേ രൂപത്തിലുള്ളൊരു പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് കനമുള്ളത് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. കത്തിയെടുത്ത് ബഹുമാനപ്പെട്ട അബുൽ ഹൈസം അൽ അൻസാരി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹിക്ക് മനസ്സിലായി, ഇതാണ് തിന്നുകൂടി കുടിച്ചുകൂടി ഞാൻ അധികം ഒന്നും ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് കത്തിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റസൂലുള്ളാഹി വിളിച്ചു, അബുൽ ഹൈസം അൽ അൻസാരിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇയ്യാക വൽ ഹലൂബ, ഇയ്യാക വൽ ഹലൂബ, കറവുള്ള ആട്ടിനെ ഒന്നും പിടിച്ച് അറക്കരുത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആടിറക്കാനാണ് പോകുന്നതെന്ന് അബുൽ ഹൈസം അൽ അൻസാരി പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശയായിട്ട് പറഞ്ഞതാ. ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ ആടിറക്കാനാണ് എന്ന് ബോധ്യപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കറവുള്ളതിനൊന്നും പിടിച്ചറക്കണ്ടോ. നമ്മളും സാധാരണ വിരുന്ന് എന്നാൽ വീട്ടുകാരോട് അങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ സ്നേഹപുരസരം പറയാറുണ്ട്. കയറി വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ആടും കോഴിയൊന്നും തള്ളിയിടണ്ടാന്ന്. ഇത് ഒരു സ്വാഭാവികമായൊരു തമാശയാണ്. അതിനോട് അങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട അബുൽ ഹൈസം അൽ അൻസാരി ഒന്ന് പുഞ്ചിരിച്ചു പ്രതികരിച്ചു, അത്രമാത്രം. എന്നിട്ട് അബുൽ ഹൈസം അൽ അൻസാരി ഒരു ആട്ടിൻകുട്ടിയെ അറുത്തു. ആ ആട്ടിൻകുട്ടിയെ അറുത്തിട്ട് അത് കഷ്ണം നുറുക്കി അത് പാചകം ചെയ്യുമ്പോഴേക്ക് ഭാര്യ റൊട്ടിയും ചുട്ടു. ദാ റൊട്ടിയും മാംസവും, അടിപൊളി ഫുഡ്, രുചികരമായ ഫുഡ് സുപ്രയിൽ എടുത്തു വെച്ചിട്ട് അതാ വിളിക്കുന്നു ബഹുമാനപ്പെട്ട അബുൽ ഹൈസം അൽ അൻസാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയെയും കൂട്ടരെയും ദാ കൂട്ടുകാരും നബിതങ്ങളും വന്ന് ഈ സുപ്രയിൽ വന്നിരിക്കുമ്പോൾ സുപ്രയിൽ നിറഞ്ഞു നിൽക്കുന്ന വിഭവങ്ങൾ കാണുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അത് മുഴുവൻ കഴിക്കാനുള്ള താല്പര്യമുണ്ട്. വീണ്ടും ഒരു ഹദീസ്, ഒരു ഭാഗത്ത് ഇതിന്റെ ചെറിയൊരു വിശദീകരണമേ ഉള്ളൂ. മറ്റൊരു കിതാബിൽ വളരെ വിശാലമായി ഇത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വിശാലമായ വ്യാഖ്യാനം തന്നെയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തന്റേതായ ആ മാനസികാസ്വാസ്ഥ്യങ്ങൾ വിവരിക്കുകയാണ്. കാരണം ഇതിങ്ങനെ കണ്ടപ്പോൾ തിന്നാനും വല്ലാത്ത ആഗ്രഹം. പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് തുടങ്ങാൻ വയ്യല്ലോ. അള്ളാഹുവിന്റെ റസൂല് തുടങ്ങാൻ വയ്യല്ലോ. നബി തങ്ങളുള്ള സുപ്രയിൽ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഓവർടേക്ക് ചെയ്യരുത്, അവരെ മറികടക്കരുത്, അവരുടെ മുന്നിൽ ചാടാനുള്ള ശ്രമം നടത്തരുത്, അത് അപകടകരമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി. ഇതിന്റെ അർത്ഥം എന്താ? തിന്നുന്നിടത്ത് നബി തുടങ്ങിയിട്ടേ തുടങ്ങാൻ പറ്റൂ. തിന്നിടത്ത് നബി നേതാവെന്ന നിലക്ക് ഹബീബ് മുന്നിൽ നടക്കണം. പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്തിക്കണം. ബഹുമാനമാണ് ഈ ആയത്തിലൂടെ മുസ്ലിം സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ ആധുനിക സമൂഹത്തിന് ഇതൊരു വിഷയമേ അല്ല. ചില മുസ്ലിം നാമധാരികൾക്ക് അള്ളാഹുവിന്റെ റസൂലിനെ മറികടക്കുന്നതൊരു വിഷയമേ അല്ല. അതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട ഭാഗങ്ങളാണ്. ഈ ഒരൊറ്റ ആയത്ത് എടുത്ത് ചർച്ച ചെയ്ത് ഒരു കാസറ്റ് ഇറക്കിയിരുന്നു സാധുവായ ഞാൻ. പ്ലീസ് ഓവർടേക്ക് ചെയ്യരുത് എന്നായിരുന്നു അതിന്റെ തലക്കെട്ട്. ദയവ് ചെയ്ത് മറികടക്കൽ സ്വഭാവം അരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അള്ളാഹുവിനെയും മറികടക്കരുത് എന്നാണ് അതിൽ സമർത്ഥിച്ചു കൊണ്ടുവരുന്നത്. ഒരുപാട് ഭാഗങ്ങൾ സുന്നത്തിയമാനത്തെ വ്യതിയാന ചിന്താഗതിക്കാർക്ക് സുന്നത്തിയമാനത്തിന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ മറുപടികൾ ഈ ആയത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. കാരണം ഇമാം റാസിയും ഇമാം ഖുർത്തുബിയും ഒക്കെ വിശദീകരിച്ചതനുസരിച്ച് ഒരുപാട് വലിയ ആഴമുള്ള പഠനങ്ങൾ അവിടെ ഉണ്ട്. നബിതങ്ങളെയും അള്ളാഹുവിനെയും മറികടക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ റസൂല് പറയാണ്, സൂമൂ ലിറുഇയതിഹി വഅഫ്തിറൂ ലിറുഇയതിഹി ഫഇൻ ഗുമ്മ അലൈക്കും ഫഅക്മിലുൽ ഇദ്ദത 30 യൗമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ മാസം കണ്ടാ നോമ്പ് നോൽക്കുക, മാസം കണ്ടാ പെരുന്നാളാക്കുക. അഥവാ മേഘാവൃതമായ അന്തരീക്ഷമുണ്ടായാൽ
മേഘാവൃതമാണ് അന്തരീക്ഷമെങ്കിൽ നിങ്ങൾ 30 അങ്ങ് പൂർത്തിയാക്കിയേക്കാം. ഇത് നബിതങ്ങളുടെ കൽപ്പനയാണ്. അതൊക്കെ കണക്കറിയാത്ത നബിതങ്ങളുടെ അവസ്ഥയല്ലേ? നമ്മൾ കണക്കന്മാരല്ലേ, കണക്കൊക്കെ കൂട്ടി പഠിച്ചവരല്ലേ? നബിയെ നിങ്ങൾ അങ്ങനെ പതുക്കെ വന്നോ, കണ്ടിട്ട് നോറ്റോ, ഞങ്ങൾ അതിന് കിട്ടൂല എന്ന് പറഞ്ഞ് നബിതങ്ങൾ ഓവർടേക്ക് ചെയ്യുന്ന ഒരു സമൂഹം. ഈ ആയത്തിറങ്ങാൻ തന്നെ കാരണം ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറഞ്ഞു, ഈ ആയത്തിറങ്ങാനുള്ള കാരണം എന്താണെന്നറിയോ? കാനന്നാസു യതഖദ്ദമൂന അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സിയാമി ബിയൗമിൻ ഔ യൗമൈൻ. അന്ന് നിഗമനത്തിൽ നബിതങ്ങൾ മാസം കണ്ടിട്ടേ നോമ്പ് വിൽക്കുള്ളൂ. അതിന്റെ മുമ്പ് 1-2 ദിവസമൊക്കെ മുമ്പ് നോമ്പ് വിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർക്കും കൂടെ മറുപടിയാണ്. ആയത്തിറങ്ങാൻ കാരണം വേറെയും അഭിപ്രായമുണ്ട്. അതിൽ അത്ഭുതപ്പെടരുത്. കാരണം ഒരൊറ്റ സംഭവത്തിന് തന്നെ വ്യത്യസ്തങ്ങളായ സബബുൻ നുസൂലുകൾ, അവതരണ പശ്ചാത്തലങ്ങൾ ഉണ്ടാവും. അതിന്റെ അർത്ഥം എന്താ? അതൊക്കെ ഇഷ്യൂ ആയി നിൽക്കുമ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്നർത്ഥം. അതാണ് അവതരണ പശ്ചാത്തലങ്ങൾ ഒന്നിൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. പല അവതരണ പശ്ചാത്തലങ്ങൾ, ഒരാൾ ഒന്ന് പറഞ്ഞു, ഒരാൾ ഒന്ന് പറഞ്ഞു, അതൊക്കെ ചരിത്രപരമായ പിൻബലത്തിലൂടെയാണ് പറയുന്നത്. അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ നാട്ടിൽ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ അതിനൊക്കെ മറുപടിയായിട്ടാണ് ഈ ആയത്തിറങ്ങിയത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി. ഈ അർത്ഥത്തിൽ തന്നെയാണ് അല്ലാഹുവിന്റെ റസൂല് കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതി അവരിങ്ങനെ കാത്തിരിക്കുന്നു. അതാ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, കുറെ കരുതി, ഇല്ല ഇപ്പോൾ ഹബീബ് കഴിക്കുമെന്ന് കരുതി. എവിടെ തുടങ്ങുന്നു? കുറെ കഴിഞ്ഞപ്പം അല്ലാഹുവിന്റെ ഹബീബ് അതാ പാത്രത്തിലേക്ക് കൈനീട്ടുന്നു. പത്തിരി പാത്രത്തിലേക്ക് കൈനീട്ടിയപ്പം വലിയ ഒരു പ്രതീക്ഷയുണ്ടായി. റൊട്ടിപ്പാത്രത്തിലേക്ക് കൈനീട്ടിയപ്പം ഇല്ല, ഇനിയെങ്കിലും തുടങ്ങാമല്ലോ. ഹബീബ് കുറെ നേരം ഇതിലേക്ക് നോക്കി നിന്നു. റളിയല്ലാഹു അൻഹു പറയാൻ, കുറെ നേരം നോക്കി നിന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മാനസികാവസ്ഥയാവാം. എന്തേ കാരണം? വിശന്ന് നല്ല വലഞ്ഞവരുടെ മുമ്പിൽ 1 സെക്കൻഡ് ഇരുന്നാലും അതിനൊരു മണിക്കൂറിന്റെ ഭാരം ഉണ്ടാവും. അതിന് നല്ല ഉദാഹരണമായി നോമ്പ് തുറക്കണ നേരത്തുണ്ട് 2 മിനിറ്റൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കല്. അത് വരെ ഇരുന്ന ക്ഷമിച്ച 10-12 മണിക്കൂറിനേക്കാൾ കടുപ്പായിരിക്കും ആ 2 മിനിറ്റ് ഒന്നാണ് പോയി കിട്ടാൻ. അത് സ്വാഭാവികമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന. എന്നതുപോലെ കുറച്ചിരുന്നാൽ തന്നെ കുറേ തോന്നും. കാരണം ഇത് തിന്നാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ട്. പക്ഷെ റസൂലുള്ള തൊടാത്തുകൊണ്ട് എടുക്കാൻ വയ്യ. അങ്ങനെ നബിതങ്ങൾ ഈ റൊട്ടിയുടെ പാത്രത്തിലേക്ക് കൈനീട്ടിയപ്പോ വല്ലാത്ത ഒരു സമാധാനം. ഇല്ല എടുക്കാൻ പോകുകയാണല്ലോ എന്നൊരു സമാധാനം. ഇവിടെയാണ് വിഷയം ചിന്തിക്കേണ്ടത്. റസൂലുള്ള അതെടുത്തു. ആ പത്തിരി ഒന്നിങ്ങെടുത്തപ്പോഴേക്ക് തന്നെ എന്റെ പിടുത്തം വിട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാരണം അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശൈലിയല്ല. ഒരു പത്തിരി മുഴുവൻ അല്ലാഹുവിന്റെ റസൂൽ എടുക്കാറില്ല. ഒരു പത്തിരിയുടെ കഷ്ണമേ റസൂലുള്ള പൊട്ടിക്കൂ. അദബുള്ള തീറ്റയാണ് ഭോജനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഭോജന മര്യാദകൾ ഉമ്മത്തിനെ പഠിപ്പിച്ചു എന്നല്ല, അതിനനുസരിച്ചാണ് നബിതങ്ങൾ തിന്നാറുള്ളത്, കുടിക്കാറുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി. അപ്പൊ ഒരു പത്തിരി എടുത്തപ്പോഴേക്ക് തന്നെ സംഗതി പിടുത്തം കിട്ടിയിട്ടുണ്ട്. ഇത് തിന്നാനല്ല, വേറെന്തിനുമാണ്. കാരണം നബിതങ്ങൾ അങ്ങനെ ഒരു പത്തിരി ഒന്നായിട്ട് എടുത്തിട്ട് ഒരു വായിനിട്ട് തിന്നൂല. ഒരു കഷ്ണം പൊട്ടിച്ചെടുത്തിട്ട് അതേ എടുത്ത് തിന്നുള്ളൂ. അതൊക്കെ നമ്മുടെ സംസ്കാരം. 2 പൊറാട്ടയ്ക്ക് ഒരൊറ്റ വെപ്പിന് നമ്മൾ വെക്കും. അതൊക്കെ നമ്മുടെ ശീലവും നമ്മുടെ കഴിവുമാണ്. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയല്ല പഠിപ്പിച്ചത്. ചെറിയ ചെറിയ കഷ്ണങ്ങൾ തിന്നണം. അങ്ങനെയാ റസൂലുള്ളാഹി തങ്ങൾ പൊട്ടിച്ച് കഷ്ണാക്കിയാ തിന്നുക. ഏതായാലും ഇത് ചുരുട്ടി കയ്യിൽ വെച്ചു. 2-3 കഷ്ണം മാംസവും അതിൽ നിന്ന് എടുത്തു. മാംസപാത്രത്തിൽ നിന്ന് അത് കയ്യിൽ ചുരുട്ടി. അതാ അത് ചുരുട്ടി പിടിച്ച് ഹബീബ് എഴുന്നേൽക്കുന്നു. ഹബീബ് എഴുന്നേറ്റ് എങ്ങോട്ടാ പോകുന്നതെന്ന് പറയുന്നില്ല, എന്തിനാ പോകുന്നതെന്ന് പറയുന്നില്ല, എപ്പോഴാ തിരിച്ചു വരിക എന്ന് പറഞ്ഞിട്ടില്ല, എന്നാ നിങ്ങൾ തിന്നോ എന്ന സമ്മതവുമില്ല. അള്ളാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് ഈ പത്തിരിയും കൊണ്ട് പുറപ്പെടുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാത്ത അസ്വസ്ഥതയിലാണ് ഇരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാതെ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വരാതെ ഇത് തിന്നാൻ മഹാന്മാരായ സ്വഹാബാ കിറാമിന് കഴിയുകയുമില്ല. ഉസ്താദ് തുടങ്ങാതെ ഇത് തുടങ്ങാൻ ഇവരെ കൊണ്ടാകില്ല. ഉസ്താദ് തുടങ്ങാതെ ഇതെങ്ങനെ തുടങ്ങും? കാത്തിരിക്കന്നെ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് റസൂലുള്ളാഹി തിരിച്ചു വന്നു. റസൂലുള്ളാഹി നല്ല ഹാപ്പിയാണ്. ഉസ്താദ് തുടങ്ങാതെ തുടങ്ങാൻ വയ്യല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശിഷ്യന്മാർക്കുണ്ടായിരുന്ന അനുസരണയാണത്, അനുസരണമാണത്. നോക്കൂ നിങ്ങൾ, അതൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതമാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തൻ്റെ ശിഷ്യന്മാർ കാണിച്ചിരുന്ന അനുസരണം. ഇന്ന് നമ്മളെ കൂട്ടത്തിലുള്ള ഒരു ഉസ്താദ് ഇങ്ങനെ എഴുന്നേറ്റ് പോയാൽ, കുട്ടികളെ പാത്രത്തിൻ്റെ അടുത്താക്കി എഴുന്നേറ്റ് പോയാൽ, പിന്നെ ഉസ്താദിന് മാനുണ്ടെങ്കിൽ തിരിച്ചു വരാതിരിക്കലായിരിക്കും നല്ലത്. അതായിരിക്കും നല്ലത്. എന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ ദാ കാത്തിരിക്കുകയാണ് റസൂലിനെ. സഹാബത്ത് വന്നപ്പോൾ റസൂലുള്ളാഹ് ഫുൾ ഹാപ്പിയാണ്. എന്തൊരു സന്തോഷം. റസൂലുള്ളാഹ് അങ്ങോട്ട് വന്നിട്ട് പാത്രത്ത് ഇവർക്കുള്ളത് ഇട്ട് കൊടുത്തു. റസൂലുള്ളാഹി ഇട്ടു, ഇവർക്ക് ഇട്ട് കൊടുത്തു. തിന്നാൻ വേണ്ടി പറയുന്നു, തിന്നോ, കുടിച്ചോ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെ അങ്ങനെയാണല്ലോ, ഞാൻ ഒരു കൊല്ലം തിന്നാൻ കിട്ടിയിട്ടില്ലെങ്കിൽ റസൂലിനോട് എന്തേ നബി നിങ്ങൾ ഇങ്ങനെ കാട്ടിയത് ചോദിക്കൂല. അതെപ്പോഴാണ് കിട്ടണം അപ്പം തിന്നുക. ആ ശൈലിയാണ്. കാരണം റസൂലുള്ളാഹി ചോദിക്കാനും ഇടപെടാനുള്ള ധൈര്യം പോരാ. രണ്ട് ശൈലിയാണ് ഉസ്താദും ശിഷ്യന്മാരുമായുള്ള ബന്ധത്തിൽ. ഒന്നൊരു സിദ്ദീഖിയൻ ശൈലി, അതേതാ, അകന്നു നിന്നുകൊണ്ടുള്ള ശൈലി, പേടിച്ച് ആദരവോടെ കാണുന്ന ഒരു ശൈലി എന്ന് പറഞ്ഞാൽ പേടിയോടുകൂടെയുള്ള ആദരവ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റേത് സ്നേഹപുരസരമുള്ള ആദരവായിരുന്നു. അങ്ങനെയും ഉസ്താദുമാരിൽ ശിഷ്യന്മാരും ഉസ്താദുമാരുമായുള്ള ബന്ധത്തിൽ അങ്ങനെയും കാണാൻ കഴിയും. ചിലർ ഉസ്താദുമാരോട് എന്ത് തമാശയും പറയും, എങ്ങനെയും ഇടപെടും, എന്തും അവരോട് സംവദിക്കാനും സമീപിക്കാനും കഴിയുന്ന ചില കുട്ടികളുണ്ട്. അങ്ങനെയും ഉസ്താദുമാരും ശിഷ്യന്മാരുമായി ബന്ധമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. താൻ കണ്ട കാര്യം വളരെ സുന്ദരമായിട്ട് അത് അവതരിപ്പിക്കും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലിങ്ങനെ കരുതി, പടച്ചോനെ എത്ര നേരായി ക്ഷമിക്കുന്നു, എത്രയോ നേരം നമ്മളെ മുൾമുനയിൽ നിർത്തി, എന്തായാലും ശരി ഇപ്പൊ തിന്നാം, പക്ഷെ തിന്നു കഴിഞ്ഞ് പോകുമ്പോ ഞാൻ നബിയോട് ഇത് ചോദിക്കും എന്ന് ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. നബിയെ, ഇങ്ങനെയൊക്കെ പാവപ്പെട്ട ഞങ്ങളുടെ ക്ഷമ പരിശോധിക്കണോ എന്ന് നബി തങ്ങളോട് ചോദിക്കണമെന്ന് തീരുമാനിച്ചു. ഭക്ഷണം കഴിച്ചു, റാഹത്തായി ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണം കഴിച്ചവിടെ നിന്ന് എഴുന്നേറ്റ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. കേട്ടോ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാ ശ്രദ്ധിക്കേണ്ടത്. ഈ ബൈത്ത് നമുക്കൊന്നും കൂടെ പാടേണ്ടത് അവിടെയാണ്. അപ്പോഴാണ് ഇമാം ബൂസീരി പറഞ്ഞതിന്റെ കടുപ്പം തിരിയുക. അവിടെ നിന്ന് എഴുന്നേറ്റ് ആ വീട്ടുകാർക്ക് വേണ്ടി ബറക്കത്തിന് പ്രാർത്ഥിച്ചു. അതും കൂടെ സംഭവത്തിലുണ്ട്, പറയാതിരിക്കാൻ വയ്യല്ലോ. ഭക്ഷണം തന്ന വീട്ടുകാർക്ക് ബറക്കത്തിന് ദ്വാരക്കണം. ദ്വാ ചെയ്ത് ഇറങ്ങിപ്പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലതുഭാഗം ചാരി നിന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അല്ല നബിയേ, എവിടേക്കായിരുന്നു നബിയേ നിങ്ങൾ പോയിരുന്നത്? നിങ്ങൾ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ക്ഷമ പരിശോധിക്കണോ എന്ന് വളരെ ആദരവോടെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിക്കേണ്ട താമസം. ചോദിക്കുമ്പോഴേക്ക് അല്ലാഹുവിന്റെ റസൂൽ തിരിഞ്ഞു നിന്നു. അതാ ഉമറിന്റെയും സിദ്ദീഖിന്റെയും തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു, അല്ല ഉമറേ, അല്ല സിദ്ദീഖേ, ഞാൻ നിങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചുവല്ലേ? പാവപ്പെട്ട ഞാൻ നിങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചു. ഞാൻ എഴുന്നേറ്റ് അതാ ഒരു പത്തിരിയും അല്പം മാംസക്കഷ്ണവും എടുത്ത്, 1-2 മാംസക്കഷ്ണവും എടുത്ത് ഞാൻ പുറപ്പെട്ടു. എങ്ങോട്ടാ പോകുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. എവിടം വരെ എന്ന് പറഞ്ഞിട്ടില്ല. എന്തിനാ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. എന്നാ നിങ്ങൾ തിന്നോ എന്നും പറഞ്ഞിട്ടില്ല. എപ്പോഴാ മടങ്ങി വരിക എന്ന് പറഞ്ഞിട്ടില്ല. ആ രൂപത്തിൽ നിങ്ങളെ മുൾമുനയിൽ നിർത്തിയല്ലേ? ഹബീബ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നോട് പൊരുത്തപ്പെടണം, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, ഒന്നുമല്ല, നിങ്ങളെ കണ്ടതൊന്നും മനഃപൂർവമുള്ള പ്രവർത്തനമല്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഞാൻ ആ പത്തിരി പാത്രത്തിലേക്ക് കൈനീട്ടുമ്പോ എന്റെ മനസ്സിലുള്ളത് അതാ എനിക്ക് തിന്നണം, നിങ്ങൾക്ക് തിന്നണമെന്ന് തന്നെയാണ്. പക്ഷേ പത്തിരി പാത്രത്തിലേക്ക് കയ്യൊന്നു നീട്ടുമ്പോഴാണ് എനിക്കൊരു ഉൾവിളി വന്നത്, അല്ലയോ റസൂലേ, അല്ലയോ നബിയേ, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടൊരു ദിവസമായി ശരിയാണ്, പക്ഷേ ഫാത്തിമേന്റെ കരളിന്റെ കഷ്ണമാണെന്ന് അങ്ങ് സ്നേഹിച്ച് പറയുന്ന നിങ്ങളുടെ പൊന്നുമകൾ, ആ മകള് ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായില്ല നബിയേ എന്നെനിക്കൊരു ഉൾവിളി ഉണ്ടായപ്പം, പഠിച്ചവനെ, എന്റെ മോൾക്ക് കൊടുക്കാതെയാണല്ലോ ഞാൻ തിന്നുന്നതെന്ന് തോന്നിയപ്പം ഈ വീട്ടുകാരന് സമ്മതമാണെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് എന്റെ ഊഴത്തിൽ നിന്നൊരു പത്തിരിയും 2 കഷ്ണം ഇറച്ചിയും എടുത്ത് ഞാൻ എന്റെ പൊന്നുമോൾക്ക് കൊണ്ടുപോയി കൊടുത്ത് തിരിച്ചു വന്നതാണ് സഹാബ. എന്റെ മോളത് സന്തോഷപൂർവ്വം ബിസ്മി ചൊല്ലി തിന്നു സഹാബ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ വേദിയിലെത്തിയത് എന്ന് പറഞ്ഞപ്പോൾ ഇവര് അതാ റസൂലുള്ളാഹിയുടെ
കാൽക്കൽ വീണിട്ട് പറയുന്നു, അഫ്വൻ യാ റസൂലല്ലാഹ്, അഫ്വൻ യാ റസൂലല്ലാഹ്, നബിയേ മാപ്പാക്കണം നബിയേ, ക്ഷമിക്കണം നബിയേ, ഞങ്ങൾ ചോദിച്ചത് ഞങ്ങളോട് പൊറുക്കണം നബിയേ, ഞങ്ങൾ അറിയാതെ ചോദിച്ചു പോയതാണ്, അങ്ങയുടെ കുടുംബം ഇത്ര വലിയ പട്ടിണിയിലായിരുന്നെന്ന് ഞങ്ങൾ അറിയില്ല നബിയേ. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥയാണിത്, കൂട്ടുകാരുടെ അവസ്ഥയാണിത്, ഹബീബിന്റെ അവസ്ഥയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഹൃദിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രപഞ്ചത്യാഗത്തിന് മാറ്റുകൂടിയിരിക്കുന്നത് ലറൂറത്തുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് അത്യാവശ്യങ്ങൾ ഉണ്ടെന്നതാണ് അതിന് മാറ്റുകൂട്ടിയത്. ആവശ്യമില്ലാത്തവൻ ദുനിയാവ് ഒഴിവാക്കുന്നെങ്കിൽ അത് ആവശ്യമില്ലാത്തത് കൊണ്ടാണ്, ആവശ്യം ഉണ്ടായിട്ടും വേണ്ട എന്ന് വെക്കുന്നു. അതിനാണ് ശക്തി. ആവശ്യങ്ങൾക്കൊന്നും പാപസുരക്ഷിതരായ മഹാന്മാരെ, ആവശ്യങ്ങൾക്കൊന്നും പാപസുരക്ഷിതരായ മഹാന്മാരെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. അതൊക്കെ ഞമ്മക്കല്ലേ? ഏത് കോഴിക്കറി കാണുമ്പോഴേക്ക് നാവിൽ വെള്ളമൂറുന്നത് നമുക്കല്ലേ? അതൊന്നും മഹാന്മാർക്കുണ്ടാവില്ല. അവർക്ക് ആവശ്യമുണ്ടായാലും അവർക്ക് അതിലൊന്നും നുണ, നിയന്ത്രിക്കാൻ കഴിയാത്ത നുണ അവർക്ക് വരില്ല. ആവശ്യമുണ്ടെന്ന് കരുതി ആ ആവശ്യങ്ങൾക്ക് അവരുടെ വിവേകത്തെ മറികടക്കാൻ കഴിയില്ല. എന്നിട്ട് പറയുന്നു, എങ്ങനെയാണ് അങ്ങനെ ഉണ്ടാകുക? ഒരാളുടെ ആവശ്യം, അത്യാവശ്യം, ആ മനുഷ്യനെ എങ്ങനെയാണ് ദുനിയാവിന്റെ ഐഹിക സുഖത്തിലേക്ക് വിളിക്കുക? ഭൗതിക രസത്തിലേക്ക്, ഭൗതിക സുഖത്തിലേക്ക്, ലൗകികതയിലേക്ക് ആ മനുഷ്യനെ എങ്ങനെ വിളിക്കും? ലറൂറത്തുമൻ, ഒരാളുടെ അത്യാവശ്യം, ലൗലാഹുലം തുഖ്റജി ദുനിയാ മിനൽ അദമി, ആ മഹാനില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം തന്നെ സൃഷ്ടിക്കപ്പെടില്ലായിരുന്നു, ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടില്ലായിരുന്നു. ഈ ലോകമുണ്ടായത് ഹബീബുള്ളത് കൊണ്ടാണ്. മനുഷ്യലോകത്തിനെ മൊത്തം നിയന്ത്രിക്കാൻ, അവർക്ക് വെളിച്ചം വീശാനാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞയച്ചത്. ഫലാ ഉഖ്സിമു ബിശ്ശഫഖ് എന്ന, ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസിൽ ജവാരിൽ കുന്നസ് വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ് എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സത്യം ചെയ്തത് കാണാം. കഴിഞ്ഞുപോയ പ്രവാചകന്മാരൊക്കെ അവരവരുടെ സമൂഹങ്ങളിലേക്ക് ആവശ്യമായ വെളിച്ചം തെളിയിക്കാനുള്ള മെഴുകുതിരിവട്ടങ്ങളായിരുന്നു. എന്നാൽ ഹബീബ് അങ്ങനെയല്ല. അവിടുന്ന് നക്ഷത്ര തുല്യരായ ആളുകളല്ല, നക്ഷത്രം കാണിക്കുന്നത് പോലെയുള്ള ലൈറ്റ് കാണിക്കാനല്ല വന്നത്. അവിടുന്ന് ഹബീബിന്റെ വരവോടുകൂടെ നേരം പുലർന്നു പോയിട്ടുണ്ട്, പിന്നെ ലോകത്ത് ഇരുട്ടില്ല. ഇതാണ് ഹബീബ്. അപ്പോൾ ലോകത്തെ സമ്പൂർണമായി വെളിച്ചത്തിലേക്ക് നയിക്കാൻ നേരത്തെ അള്ളാഹുവിന്റെ ഹബീബിനെ പറഞ്ഞയച്ചിട്ടുണ്ട്. എങ്ങനെ? ലോകത്തെ തന്നെ സൃഷ്ടിക്കുന്നത് നൂറ് മുഹമ്മദിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഹഖീഖത്ത് മുഹമ്മദിയ എന്നൊക്കെ സൂഫിയാക്കൾ വിളിക്കുന്ന മുഹമ്മദീയ സത്ത എന്ന്, അല്ലെങ്കിൽ മുഹമ്മദീയ പ്രകാശം എന്നൊക്കെ വിളിക്കുന്ന ആ സാധനത്തിൽ നിന്നാണ് ലോകത്തെ സൃഷ്ടിച്ചത്. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത്. ആദം നബിക്ക് വെളിച്ചമുണ്ടായത് അള്ളാഹുവിന്റെ ഹബീബിന്റെ നൂറകത്തുണ്ടെന്നതുകൊണ്ടാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന് വെളിച്ചം കാണിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് നൂഹ് നബി കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടത്. നബി തങ്ങൾ കപ്പലിൽ കയറുമ്പം, നൂഹ് നബി കപ്പലിൽ കയറുമ്പം അതാ നൂഹ് നബിയുടെ മുതുകില് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ നൂറുണ്ട്. അത് കൈമാറി 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 പോരുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലെറിഞ്ഞപ്പം കത്താതിരുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രകാശം ഇബ്രാഹിം നബിയിലുണ്ടെന്നതുകൊണ്ടാണ്. അങ്ങനെ ലോകത്തിന് സമ്പൂർണമായ വെളിച്ചം കാണിക്കേണ്ട സമയമാകുമ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ ഭൗതിക ശരീരത്തോടുകൂടെ ദുനിയാവിലേക്ക് വരുന്നത്. അതുവരെ ആദ്യമായി സൃഷ്ടിച്ചത് നൂറാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറാണ്.
ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആദ്യമായി എന്താണ് ഈ ഭൂമി ലോകത്ത് പടച്ചതെന്ന് നിനക്കറിയുമോ ജാബിറേ? ഇല്ല നബിയെ, എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞ മറുപടി, നൂറു നബിയിക യാ ജാബിർ, നൂറു നബിയിക യാ ജാബിർ. ജാബിറേ, നിന്റെ പ്രവാചകന്റെ നൂറാണ്, പ്രകാശമാണ് ആദ്യം പടച്ചത്. ഇതിനെയാണ് ഇന്ന് വ്യതിയാന ചിന്താഗതിക്കാരൻ കൊഞ്ഞനം കുത്തുന്നത്.